കുഴഞ്ഞ ചേറ്റിൽ നിന്ന് സങ്കീർത്തനക്കാരനെ വലിച്ചെടുത്തതുപോലെ നിന്നെ ആ കുഴഞ്ഞ ചേറ്റിൽ നിന്ന് വലിച്ചെടുത്തിട്ട് ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തി ഒരു പുതിയ പാട്ട് തന്ന് നിന്നെ ബലപ്പെടുത്തുന്ന ഒരു കർത്താവിനെയാണ് എനിക്ക് പ്രസംഗിക്കാനുള്ളത്. വിശ്വസിക്കുന്നവർക്ക് കാൽവറി ഒരു ദൈവശക്തിയാണ്. ഹീലിംഗ് ആൻഡ് ഡെലിവറൻസ് ക്യാമ്പ് ഒക്ടോബർ 29-30. സ്ഥലം ജീസസ് വേൾഡ് ഗ്ലോബൽ വർഷിപ്പ് സെന്റർ, അഞ്ചൽ. കൂടുതൽ വിവരങ്ങൾക്ക് 0471 257 998. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഇടുക്കിയിൽ നിന്ന് തങ്കമ്മ ആൻഡ് മോഹൻദാസ് ആണ്. ഈ അമ്മ നമ്മളോട് പ്രാർത്ഥിക്കാനായി പറഞ്ഞിരിക്കുന്നത് അമ്മയുടെ ആസ്മാറ്റിക് അലർജി മാറണം, മകൻ്റെ ഷുഗർ ലെവൽ നോർമൽ ആകണം, മകളുടെ വിവാഹം നടക്കണം, അതുപോലെ തന്നെ കൊച്ചുമകന് അനുഗ്രഹിക്കപ്പെട്ട ജോലി ലഭിക്കണം. നമുക്കൊരു നിമിഷം അതിനായി പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അമ്മയും കുടുംബത്തെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന പിതാവേ, പരിശുദ്ധാത്മാവേ, അമ്മയുടെ ആസ്മാറ്റിക് അലർജി ഇപ്പോൾ തന്നെ സൗഖ്യമാവട്ടെ, പൂർണ്ണ ആരോഗ്യത്തിലേക്ക് വരട്ടെ. അപ്പാ, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവെ, മകനെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഷുഗർ ലെവൽ നോർമൽ ആവട്ടെ അപ്പാ, ആരോഗ്യത്തോടു കൂടി ആയിരിക്കട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. മകളുടെ വിവാഹം വേഗത്തിൽ നടക്കട്ടെ അപ്പാ. കർത്താവിൻ്റെ പ്രവൃത്തി അതിന്മേലുണ്ടാവട്ടെ. കൊച്ചുമകന് അനുഗ്രഹിക്കപ്പെട്ടത് ജോലി വരട്ടെ അപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവെ, കുടുംബത്തിലായിരിക്കുന്ന ഓരോ വ്യക്തികളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവിടുത്തെ നന്മകൾ കൊണ്ട് നിറച്ചിരിക്കാൻ നന്ദി പറയുന്നു കർത്താവേ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. സ്വർഗീയ പിതാവേ, അവിടെ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത ഈ കുടുംബത്തോടുള്ള നന്ദി അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. മിറക്കിൾ സൺഡേ ഒക്ടോബർ 13 കൊല്ലത്ത്. സ്ഥലം AJ ഹാൾ, ഫയർ സ്റ്റേഷന് സമീപം, ചമക്കട. സമയം രാവിലെ 6:30 മുതൽ. കൂടുതൽ വിവരങ്ങൾക്ക് 0471 257 998. കർത്താവിലായിരിക്കുന്ന ഒരു വ്യക്തി സകല വിധത്തിലും നന്മ അനുഭവിക്കും. എന്നാൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന ഒരു വാക്കുണ്ട്: സമ്പത്തിൽ ആശ്രയിക്കുന്നവർ, സമ്പത്തുള്ള വ്യക്തി ദൈവരാജ്യത്തിൽ കടക്കുകയില്ല എന്ന്. എന്നാൽ എങ്ങനെയാണ് ദൈവരാജ്യത്തിലായിരിക്കുന്ന ആ സാമ്പത്തിക നന്മ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്? ദൈവവചനം എന്താണ് നമ്മളോട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നതെന്ന് നമുക്ക് കേൾക്കാം. കഴിഞ്ഞ 2 ആഴ്ച ഞാൻ പഠിപ്പിച്ചത് നിങ്ങൾ ഓർമ്മിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കഴിഞ്ഞ 2 ആഴ്ച പ്രധാനമായി ഞാൻ ഫോക്കസ് ചെയ്തത് ഒരു മനുഷ്യൻ ദൈവമായിട്ട് ജീവിച്ചാൽ തന്നെ ആ മനുഷ്യൻ അനുഗ്രഹിക്കപ്പെടും എന്നതായിരുന്നു എൻ്റെ ചിന്ത. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആരെങ്കിലും ഒരാളെങ്കിലും ചിന്തിച്ച് കാണാം, ദൈവഭക്തനായ മനുഷ്യന് സാമ്പത്തിക നന്മ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്നാൽ ദൈവവചനത്തിൽ നമ്മൾ പഠിച്ചാൽ ദൈവഭക്തനായ മനുഷ്യൻ സാമ്പത്തികമായി മാത്രമല്ല അനുഗ്രഹിക്കപ്പെടുന്നത്, അദ്ദേഹത്തിന് ധാരാളം അനുഗ്രഹത്തിലേക്ക് അനുഭവിക്കാനായി പറ്റും. പക്ഷേ എൻ്റെ ഫോക്കസ്, എൻ്റെ ചിന്ത സാമ്പത്തികമായി ഒരു ഭക്തനായ മനുഷ്യൻ അനുഗ്രഹിക്കപ്പെടും എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരികയായിരുന്നു. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ചിലരെങ്കിലും എന്നോട് ചോദിച്ചു, ബ്രദറെ, എന്തുകൊണ്ടാണ് കണ്ടിന്യൂസ് ആയി സാമ്പത്തിക കാര്യങ്ങളെ പഠിപ്പിച്ചത്? അതിൻ്റെ കാരണം കേൾക്കണം നിങ്ങൾക്ക് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? യേശു പറഞ്ഞതാണ് എൻ്റെ പ്രധാന കാരണം. യേശു കർത്താവ് പറഞ്ഞു, ശ്രദ്ധിച്ചു കേട്ടാട്ടെ, എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. മത്തായി സുവിശേഷം 6:33 അവിടെ പറയുക, ആദ്യം അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കെ ബാക്കി മുഴുവൻ ചേർക്കപ്പെടും. എന്നാൽ അതേ യേശു കർത്താവ് രണ്ടാമത് മർക്കോസ് സുവിശേഷം 10:23 24 ഒരു വാക്യം പറഞ്ഞു. ശ്രദ്ധിച്ച് കേട്ടാട്ടെ. യേശു ചുറ്റും നോക്കി തൻ്റെ ശിഷ്യന്മാരോട്, സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസമെന്ന് പറഞ്ഞു.
ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. അപ്പൊ സമ്പത്തുള്ള ആളുകളെ കുറിച്ച് ദൈവദിനത്തിൽ നിന്ന് കർത്താവ് പറയുക, സമ്പത്തുള്ളവർ എങ്ങനെ കടക്കാൻ പറ്റത്തില്ല, ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം എന്ന് പറഞ്ഞു. എന്നിട്ട് കർത്താവ് ആ വാചകം പൂർത്തീകരിച്ചത് ഇങ്ങനെയായിരുന്നു. നമുക്ക് ആ വാചകം ഒന്ന് വായിക്കാം. 24-ാമത്തെ വാചകം. അവന്റെ വാക്കിനാൽ ശിഷ്യന്മാർ അതിശയിച്ചു, അവരെല്ലാവരും അന്തം വിട്ടുപോയി. എങ്ങനെയാണ് സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല എന്ന് പറഞ്ഞതോടുകൂടെ ശിഷ്യന്മാരെല്ലാം ആശ്ചര്യപ്പെട്ട് നോക്കുകയാണ്. അതിന്റെ കൂട്ടത്തിൽ യേശു അടുത്ത വാചകം പറഞ്ഞു, എന്നാൽ യേശു പിന്നെയും, മക്കളെ, സമ്പത്തിൽ ആശ്രയിക്കുന്നവൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുകയില്ല. അപ്പൊ സമ്പത്തല്ല പ്രശ്നമുള്ളത്, സമ്പത്തുണ്ടാകുന്നതുമല്ല പ്രശ്നമുള്ളത്, ഒരാൾ സമ്പന്നനായിരിക്കുന്നതുമല്ല പ്രശ്നമുള്ളത്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സമ്പത്തിൽ ട്രസ്റ്റ് ചെയ്യുന്നത്, ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം സമ്പത്തിൽ ആശ്രയിക്കുന്നതാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനുള്ള തടസ്സം. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പോൾ ഒരു മനുഷ്യൻ ശരിയായ വിധത്തിൽ സമ്പത്തിനെ മനസ്സിലാക്കുന്നില്ല എങ്കിൽ, ഒരു മനുഷ്യൻ സമ്പത്തിന്റെ ദൈവിക സമ്പത്ത്, ദൈവം തരുന്ന സമ്പത്ത് എങ്ങനെയാണ്, അതെങ്ങനെ കൈകാര്യം ചെയ്യണം, അതെങ്ങനെയാണ് ഈ ഭൂമിയിൽ വിനിയോഗിക്കേണ്ടത്, എത്രത്തോളം ഒരാൾ സമ്പന്നനാകാം എന്നതിനെക്കുറിച്ച് ശരിയായ അണ്ടർസ്റ്റാൻഡിങ് ഒരാളുടെ തലയിലില്ലെങ്കിൽ, ഒരാളുടെ അകത്തില്ല എങ്കിൽ, സത്യത്തിൽ പറഞ്ഞാൽ ദൈവരാജ്യത്തിന്റെ നന്മകളോ ദൈവരാജ്യത്തിനകത്തോ അയാൾക്ക് ശരിയായ വണ്ണമായിരിക്കാൻ പറ്റത്തില്ല. ആർ യു ലിസണിങ് ടു മീ? ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ സമ്പത്തിനെ കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ്, അറിവ് തെറ്റായിട്ടാണ് ഉള്ളതെങ്കിൽ അയാൾ ദൈവരാജ്യത്തിനകത്ത് അയാൾക്ക് ആയിരിക്കാൻ കഴിയത്തില്ല. വേദപുസ്തകം പറയുന്നത് എങ്ങനെയാ? അപ്പോൾ ഒരു മനുഷ്യൻ ദൈവരാജ്യത്തിൽ ആയിരിക്കുന്നില്ല എങ്കിലോ അയാൾ ആത്മീയമായി അനുഗ്രഹിക്കപ്പെടുകയില്ല, ശാരീരികമായി അനുഗ്രഹിക്കപ്പെടുകയില്ല, ദൂതന്മാരാൽ സന്ദർശിക്കപ്പെടുകയില്ല, പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുകയില്ല. ഒത്തിരി കാര്യങ്ങൾ അവിടെ ഉണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ട്? ഒരു നല്ല ആമേൻ പറഞ്ഞാട്ടെ. അപ്പൊ ഒരു മനുഷ്യന്റെ അകത്ത് സമ്പത്തിനെ കുറിച്ചുള്ള ശരിയായ കാഴ്ചപ്പാട് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. എന്നാൽ ചിലരെങ്കിലും എന്തുകൊണ്ടാണ് ഇത് പഠിപ്പിക്കാത്തതെന്ന് ചോദിച്ചാൽ, സമ്പത്തിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഒരാളുടെ ഉള്ളിൽ ഉണ്ടാകാമെന്ന് തോന്നില്ലേ, ആ പറയുന്നയാൾ പൈസ പിരിക്കാൻ വേണ്ടിയാണ് പഠിപ്പിക്കുന്നത്. രണ്ടാമത്, സമ്പത്ത് എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ചിട്ട് സാധാരണഗതിയിൽ ആളുകൾ പഠിപ്പിക്കാത്തത് അതിനെ ദുർപ്രചരണമുണ്ടാകും. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്നാൽ യേശു സമ്പത്തിനെ കുറിച്ച് നന്നായി പഠിപ്പിച്ചു. അതിന്റെ കാരണം, നന്നായി സമ്പത്ത് കൈകാര്യം ചെയ്യാൻ ഈ ഭൂമിയിൽ നമ്മൾ ചെയ്യുമ്പോഴാണ് സക്സസ് ആയി ഈ ഭൂമിയിൽ നമ്മൾ നന്നായി അനുഗ്രഹിക്കപ്പെട്ടായിരിക്കുവാൻ ഇടയാകുന്നത്. കൈകളടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ചില ആളുകൾ ചോദിച്ചു, ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ ബ്രദറെ? ഞാൻ ഈ ഭൂമിയിൽ ഇമോറലായി ജീവിക്കാതിരിക്കേണ്ടതിന് എങ്ങനെയാണ് ആ ജീവിതം നടത്തേണ്ടതെന്ന് പഠിച്ചു നോക്കുകയുള്ളൂ. പാപം ചെയ്യാതെ എങ്ങനെ ജീവിക്കാം പഠിക്കണ്ടേ? ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. അതേപോലെ പ്രാധാന്യമുള്ള കാര്യമാണ് സമ്പത്ത് എങ്ങനെ നന്നായി കൈകാര്യം ചെയ്ത് ഈ ഭൂമിയിൽ ജീവിക്കാം. കൈയടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്നാൽ പാപം ചെയ്യാതെ എങ്ങനെ ജീവിക്കാം എന്ന് പഠിപ്പിക്കാൻ ധാരാളം ആളുകളുണ്ട്. നിങ്ങളെന്തൊന്നും മിണ്ടാത്തെ? എന്നാൽ സമ്പത്തിനെ എങ്ങനെ നന്നായി കൈകാര്യം ചെയ്യാം എന്ന് പഠിപ്പിക്കാൻ ആളുകൾ കുറവാണ്. കാരണം ധൈര്യമില്ല ആളുകൾക്ക് അധികം പഠിപ്പിക്കാൻ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്നാൽ ദൈവവചനത്തിൽ രണ്ടും ഒരേപോലെ പ്രാധാന്യമുള്ള കാര്യമാണ്. കൈകളടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അതുകൊണ്ട് ഞാൻ മെല്ലെ ദൈവവചനത്തിലേക്ക് വരികയാണ്. നിങ്ങൾ ഇന്ന് പഠിക്കാൻ പോകുന്നതും ആ വിഷയത്തെക്കുറിച്ചാണ്. ഞാൻ ഉറപ്പായിട്ട് പറയാം, നിങ്ങളുടെ കാഴ്ചപ്പാട് മാറും. കാഴ്ചപ്പാട് മാറുക എന്ന് മാത്രമല്ല, അസാധാരണമായൊരു ദൈവപ്രവൃത്തി ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കൈകളടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കഴിഞ്ഞ ആഴ്ച ഞാൻ പഠിപ്പിക്കുമ്പോൾ പ്രധാനമായി ഫോക്കസ് ചെയ്ത ഒരു വാചകമുണ്ടായിരുന്നു. ആ വാചകത്തിലേക്ക് വന്നാലോ? നമുക്ക് 1 തിമോത്തിയോസിലേക്ക് വരാം. അതിൻ്റെ 6-ാം അധ്യായം എടുക്കാം. അതിൻ്റെ 3 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. ശ്രദ്ധയോടെ നിങ്ങളും എന്നോടൊപ്പം വായിച്ചാട്ടെ. നമ്മുടെ കർത്താവ് യേശുവിൻ്റെ പത്യവചനവും വ്യക്തിത്വ ഉപദേശവും അനുസരിക്കാതെ അന്യഥ ഉപദേശിക്കുന്നവൻ ഒന്നും തിരിച്ചറിയാതെ തർക്കത്തിൻ്റെയും വാദത്തിൻ്റെയും ഭ്രാന്തു പിടിച്ച് ചീർത്തിരിക്കുന്നു. നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, ഞാൻ എല്ലാം വിശദീകരിച്ചു തരാം. കരയുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അടുത്ത വാക്ക്, അവയാൽ അസൂയ, ഷണ്ഡ, ദൂഷണം, ദുർസംശയം, ദുർബുദ്ധികളും സത്യത്യാഗികളുമായ മനുഷ്യരുടെ വൃഥാവാദം എന്നിവ ഉളവാക്കുന്നു. അടുത്ത വാചകം ശ്രദ്ധിച്ചാട്ടെ. അവർ ദൈവഭക്തി ആദായ സൂത്രം എന്ന് വിചാരിക്കുന്നു. ആരാണ് അപ്പോൾ ദൈവഭക്തി ആദായ സൂത്രം എന്ന് വിചാരിക്കുന്നത്? ശ്രദ്ധിക്കാവോ? ചില ആളുകളെങ്കിലും നിങ്ങൾ പറയുന്നത് കേട്ടിട്ടില്ലേ, ഇവന്മാരൊക്കെ ഭക്തി വിറ്റ് കാശുണ്ടാക്കുവാടാന്ന്.
നിങ്ങളൊന്നും പറയാത്തെ? ഇവന്മാരെല്ലാം പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ ഭക്തി വിറ്റ് എന്ന് പറഞ്ഞ ദൈവത്തെ വിറ്റ് കാശുണ്ടാക്കുകയാണ് എന്ന് പറയും. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അങ്ങനെ കേട്ടിട്ടുള്ളവരെന്ന കരങ്ങൾ ഉയർത്തി കാണിച്ചു. അപ്പൊ നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ട്, പിന്നെന്താ നിങ്ങൾ വേണ്ടാത്തെ? ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിങ്ങൾ ആരെങ്കിലും പ്രാർത്ഥനയ്ക്ക് വിളിച്ചുകൊണ്ട് വരുമ്പോഴേ, ആരെങ്കിലും പ്രാർത്ഥനയ്ക്ക് വിളിച്ചുകൊണ്ട് വരുമ്പോൾ നിങ്ങളുടെ ചുറ്റും താമസിക്കുന്ന ചിലരെങ്കിലും പറഞ്ഞിട്ടില്ലേ, അവളെ ഉണ്ടല്ലോ പ്രാർത്ഥനയ്ക്ക് വിളിച്ചുകൊണ്ട് അവൾക്ക് അവർ കാശ് കൊടുക്കുന്നുണ്ടാവും. പറയണ കേട്ടിട്ടില്ലേ നിങ്ങളാരും? നിങ്ങൾ അങ്ങനെ കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ വിളിച്ചുകൊണ്ട് വരികയാണെങ്കിൽ അത് കേൾക്കാതിരിക്കത്തില്ല, അതുണ്ടായിരിക്കും. കേൾക്കാൻ തുടങ്ങിയ എനിക്ക് നിങ്ങളെക്കുറിച്ച് ഭയങ്കര വിശ്വാസമാണ്. അതിൻ്റെ കാരണം നിങ്ങൾ തെറ്റായ മോട്ടീവിലല്ല, ശരിയായ മോട്ടീവിൽ കാര്യങ്ങൾ ചെയ്യുന്നു. അത് പിശാചിന് പിടിക്കുന്നില്ല. ചില ആളുകൾ പള്ളി വരുമ്പോൾ ചുറ്റുപാടുള്ള ആളുകൾ ജോൺദാരി പാസ് വല്ലതും കൊടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇവളിങ്ങനെ എഴുന്നേറ്റ് പോകേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് പറയുന്ന ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുള്ളവരെന്ന് കൈ ഉയർത്തി കാണിച്ചേ സഹോദരങ്ങളെ. അതാണ് ആളുകൾ പറയുന്നത് ഭക്തി വിറ്റ് കാശുണ്ടാക്കുകയാണ്, ദൈവത്തെ വിറ്റ് കാശുണ്ടാക്കാൻ നടക്കുകയാണ്. നിങ്ങൾ അത്രേ കേട്ടുള്ളെങ്കിൽ എന്നെ കുറിച്ച് കുറച്ചും കൂടെ നന്നായി കേൾക്കാം. ഇവൻ പ്രാർത്ഥിച്ചിട്ട് കാശുണ്ടാക്കുക. എടുവേ ശ്രദ്ധിക്കേ, ആ പറയുന്ന ആളുകളെ കുറിച്ച് പൗലോസ് നേരത്തെ എഴുതി വെച്ചേക്കുക. അവരാരാണ്? ഒരു ഹല്ലേലൂയ പറയാവോ? ശ്രദ്ധിക്കാവ്. നമ്മുടെ കർത്താവ് യേശുവിൻ്റെ പഥ്യവചനവും ഭക്തിക്കൊത്തവണ്ണമുള്ള ഉപദേശവും അനുസരിക്കാതെ അന്യത ഉപദേശിക്കുന്നവനും ഒന്നും തിരിച്ചറിയാതെ തർക്കത്തിൻ്റെയും വാദത്തിൻ്റെയും പ്രാന്ത് പിടിച്ച് അവയാൽ അസൂയ, ശണ്ട, ദുർസംശയം സത്യത്തിൻ്റെ വചനത്തിൽ നിന്ന് വ്യത്യാസമായി ജീവിക്കുന്ന ആളുകളാണ് എന്തു പറയുന്നത്? ഭക്തി വിറ്റ് കാശുണ്ടാക്കുക എന്ന് പറയുന്നത്. എന്നാൽ അതിന്റെ അടുത്ത വാചകം നിങ്ങൾ ശ്രദ്ധയോടെ വായിക്കണം കേട്ടോ. അതിന്റെ അടുത്ത വാചകം, എന്നാൽ അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി വലിയ ആദായമാണ്. അലംഭാവം എന്ന വാചകം നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ അറിയേണ്ടത്, മലയാളത്തിലുള്ള മറ്റ് ട്രാൻസ്ലേഷനുകളിലും അല്ലെങ്കിൽ വിവർത്തനങ്ങളിലും ഇംഗ്ലീഷിലുള്ള ഒരു ട്രാൻസ്ലേഷനിലും അലംഭാവം എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല. ആ വാചകം തെറ്റായ വാചകമാണ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാചകം ഞാനൊന്ന് വായിക്കാം. മലയാളത്തിലെ വേറൊരു ട്രാൻസ്ലേഷൻ വായിക്കാം. ഒരുവൻ ഉള്ളതുകൊണ്ട് തൃപ്തനാകുമെങ്കിൽ ദൈവ ശുശ്രൂഷ, ദൈവഭക്തി ഒരുവനെ ധനവാനാക്കും എന്ന് പറയുന്നത് സത്യമാണ്. എന്നാൽ ദൈവവേല ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ ദൈവഭക്തനായി ജീവിക്കുന്ന ഒരാൾ 100% അനുഗ്രഹിക്കപ്പെടും. കൈകളുടെ ചുരി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒരു കൂടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നു. എന്നാൽ ദൈവഭക്തി കൊണ്ട് ഒരു മനുഷ്യൻ അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള എത്ര പേര് വിശ്വസിക്കുമെന്നാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങളുടെ ശരീരത്തിൽ മുഴയുണ്ടായിരുന്നു, ആ മുഴ ഇവിടെ വന്നപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ സൗഖ്യം കിട്ടി. ആര് വിശ്വസിക്കുന്ന നിങ്ങൾ ഈ പറയുന്നേ? ഇവിടെ വന്നൊരു ചേച്ചി പറഞ്ഞു കേട്ടോ, മലദ്വാരം ചുരുങ്ങുകയാണ്, 2.5 കൊല്ലമായി ചികിത്സിക്കാൻ തുടങ്ങിയിട്ട്. എന്നാൽ ഡോക്ടർ പറഞ്ഞു അതിനകത്തൊരു മെഷീൻ കയറ്റി അതിനെ ഓപ്പറേഷൻ ചെയ്തേ ഒക്കത്തുള്ളൂ. അത് ഇവിടെ വന്ന് തലേ കൈവച്ചപ്പോൾ മാറി എന്ന് പറഞ്ഞാൽ ആര് കേൾക്കുമെന്നാണ് നിങ്ങൾ ഈ പറയുന്നേ? ലോകത്തിലെ മനുഷ്യർക്ക് അത് മനസ്സിലാകത്തില്ല. എന്നാൽ ഇനി ക്രിസ്ത്യാനിയായി ജനിച്ചു വളർന്ന ആളോട് പോയി പറഞ്ഞാൽ പോലും അവർ പറയും, പിന്നെ അതങ്ങോട്ട് ഓക്കെ ആവുമല്ലേ, അതൊക്കെ യേശുവിൻ്റെ കാലത്ത് നടന്നതാ, ഇപ്പോഴൊന്നും നടക്കത്തില്ല എന്നേ പറയുകയുള്ളൂ. എന്നാൽ വിശ്വസിക്കുന്ന നമുക്കറിയാം അങ്ങനെ ചെയ്യാൻ ദൈവത്തിന് കഴിയും. ആമേൻ. സഹോദരങ്ങളെ, ഇത് രോഗശാന്തിയുടെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ. നിങ്ങൾ സമ്പന്നരായാലും ഇത് തന്നെയാണ് പ്രശ്നം. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചാൽ ആളുകൾ പറയും, പിന്നെ പ്രാർത്ഥനയ്ക്ക് പോയാൽ കൂടെ കാശുണ്ടാകുമല്ലേ, ദൈവം അത് നൂലെ ഇറക്കി തരുമോ? ഇത് ലോകം ചോദിക്കുന്ന ചോദ്യമാണ്. അവർക്ക് ഇത് മനസ്സിലാകത്തില്ല. എന്നാൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, അവർ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. കൈയടിക്ക് ആമേൻ പറ. നിങ്ങൾക്ക് രോഗം സൗഖ്യമാകുന്നത് എങ്ങനെയാണോ അതേപോലെ വിശ്വസിച്ചാൽ സൗഖ്യവും ലഭിക്കും. സൗഖ്യം ലഭിച്ചതുപോലെ വിശ്വസിച്ചാൽ സമ്പത്തും ഉണ്ടാകും. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്തിട്ട് പറ, ഭക്തനായി ജീവിച്ചാൽ നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വേണ്ടി ഒരാൾ ജീവിച്ചാൽ അയാൾ സമൃദ്ധിയിൽ വരും. ആമേൻ. ഒരു ഹല്ലേലൂയ കൂടെ പറഞ്ഞാട്ടെ. ആമേൻ. എന്നാൽ നിങ്ങൾ അറിയേണ്ടത്, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന മനുഷ്യനെ കുറിച്ച് ഇംഗ്ലീഷ് ബൈബിളും വേറെ മലയാളം ട്രാൻസ്ലേഷനുകളും പറയുന്ന 2 പ്രധാന കാര്യങ്ങൾ തൊട്ടിട്ട് ഞാൻ ഉള്ളിലേക്ക് വരികയാണ്. ഒരുവൻ ഉള്ളത് കൊണ്ട് തൃപ്തനാകുമെങ്കിൽ, ഇംഗ്ലീഷ് ബൈബിൾ ഒന്ന് ഞാൻ വായിക്കട്ടെ. For godliness accompanied with a contentment. കണ്ടംപ്റ്റ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം തൃപ്തി എന്നാണ്. സംതൃപ്തിയുള്ള, that contentment which is the sense of inward sufficiency, a great abundant gain.
നിങ്ങൾ ശ്രദ്ധിച്ചേ, അവിടെ വലിയൊരു കാര്യം പറയുക പൗലോസ്. നിങ്ങളുടെ അലംഭാവം എന്ന വാചകമല്ല ഉപയോഗിച്ചിരിക്കുന്നത്. കണ്ടംപ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഉള്ളിലുള്ള സംതൃപ്തിയും ദൈവഭക്തിയുമുള്ള മനുഷ്യൻ അവൻ അനുഗ്രഹിക്കപ്പെടും. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, സംതൃപ്തരാണോ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ? നിങ്ങൾ എന്തൊന്നും മിണ്ടാത്തേ? നിങ്ങൾ താമസിക്കുന്ന വീട്ടിൽ സംതൃപ്തരാണോ? നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വസ്ത്രത്തിൽ നിങ്ങൾ സംതൃപ്തരാണോ? നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ജോലിയിൽ നിങ്ങൾ സംതൃപ്തരാണോ? അല്ല, നിങ്ങളുടെ കല്യാണം കഴിച്ച നിങ്ങളുടെ ഭർത്താവിൽ നിങ്ങൾ സംതൃപ്തരാണോ? നിങ്ങൾ എന്തൊന്നും മിണ്ടാത്തെ? വേറൊരു ചാൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ കളഞ്ഞേച്ച്, ഹല്ലേലൂയ, ഞാൻ പറയണില്ല, സ്വത്രം എന്ന് പറയാവോ? അല്ലെങ്കിൽ അവളെ കളഞ്ഞേച്ച്. എന്നെ ശ്രദ്ധിക്കാവോ നിങ്ങൾ? നമ്മൾ സാറ്റിസ്ഫൈഡ് ആണോ? എന്നാൽ വേദപുസ്തകം പറയുന്നത് ആരാണ് അനുഗ്രഹിക്കപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ, ഉള്ളതിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കുക. ഉള്ളതിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കുന്ന ആളുടെ പ്രത്യേകത നിങ്ങൾക്ക് പറയാവോ? അയാളുടെ അകത്ത് തനിക്കുള്ളതിൽ ദൈവം തന്നു എന്ന നന്ദി പ്രകാശനം ഉണ്ടാകും. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് തന്നതിനെ കുറിച്ച് എത്ര പേര് പറയാറുണ്ട്? ഓക്കെ, ഗുഡ്. ഞാനൊരു സംശയം ആയതുകൊണ്ട് ചോദിച്ചതാണ്. പക്ഷെ ഞാൻ സംശയം ഒന്ന് നിരീകരിക്കാൻ പോകുകയാണ്. ശ്രദ്ധിക്കുന്നല്ലോ പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും പറയാൻ ഒരു അവസരം തരുവാ ഞാൻ. ശ്രദ്ധിച്ച് കേൾക്കണേ. നിങ്ങൾക്ക് ദൈവം തന്ന നന്മകളെ കുറിച്ചൊന്ന് പറയാം. ഉറക്കെ പറയണം, ഞാനും കൂടെ കേൾക്കണം. എല്ലാവരും കേൾക്കുന്ന രീതിയിൽ പറയാം. നിങ്ങളൊന്നും മിണ്ടുന്നില്ല. ഒന്നാമത് പറയാം. എന്താ പറഞ്ഞു? ആരോഗ്യം തന്നു, നല്ലത്. അടുത്തത് സമാധാനം തന്നു. അടുത്തത് സാധനം കൊണ്ട് വരുന്നില്ല. 3 4 എണ്ണം കഴിഞ്ഞാൽ പിന്നെ എന്താ പറയേണ്ടതെന്ന് പലപ്പോഴും നമുക്ക് അറിയത്തില്ല. ഞാൻ എന്തിനാ നിങ്ങളോട് ചോദിച്ചതെന്ന് അറിയാവോ? നിങ്ങളന്ന് വിരലിൽ എണ്ണിക്കേ, നിങ്ങൾ എന്തൊക്കെ പറയുമെന്ന്. ഞാനൊരിക്കലും എൻ്റെ വീട്ടിൽ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക ആ പ്രാർത്ഥനയിൽ. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കൂട്ടത്തിൽ മമ്മി ഇരുന്ന് നന്ദി പറയുന്നുണ്ട്. എനിക്ക് മനസ്സിലായി എൻ്റെ മമ്മി എൻ്റെ കേട്ടുപദേശിയാവുകയെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അവിടെ നിന്ന് പറഞ്ഞു, കർത്താവേ, എനിക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ കൃപ തന്നതിന് നന്ദി. മമ്മിയും പറഞ്ഞു നന്ദി. സംശയം മൂത്തു എനിക്ക്. ഞാൻ പറഞ്ഞു, എനിക്ക് പാൻറ് തന്നതിനായി നന്ദി. മമ്മി നന്ദി പറഞ്ഞു. സത്യത്തിൽ സഹോദരങ്ങളെ, എന്തിനാണ് നന്ദി പറയുന്നതെന്നുള്ള കൺസെപ്റ്റ് പോലും നമ്മുടെ അകത്തില്ല. എന്നാൽ നമ്മുടെ അകത്തുള്ളത് ഞാൻ പറയട്ടെ, നിങ്ങളോട് ഇപ്പൊ ഞാൻ ചോദിക്കാൻ, നിങ്ങളുടെ ആവശ്യങ്ങൾ അങ്ങോട്ട് പറയാൻ പറഞ്ഞ മല 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 പോലെ നമ്മൾ പറഞ്ഞിരിക്കും. അതിന്റെ കാരണം, നമുക്ക് ദൈവം തന്നതിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല, നമ്മൾ പരാതിക്കാരാണ്. നിങ്ങൾ എന്തെന്നും മിണ്ടാത്തെ? ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്തിട്ട് പറ, നമ്മൾ ദൈവം തന്ന കാര്യത്തിലൊന്നും നമ്മൾ എന്തല്ല, സാറ്റിസ്ഫൈഡ് അല്ല. എന്താണ് നമുക്കുള്ളത്? അതിനകത്തൊക്കെ പരാതിയുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി എന്നോട് സംസാരിക്കും. ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാട്ടോ. കുറച്ചും കൂടെ ഉള്ളിലേക്ക് വരണമെങ്കിൽ ഇത് പറഞ്ഞേ ഒക്കുള്ളൂ എന്നതുകൊണ്ടാണ്. എൻ്റെ കൂടെ ഉണ്ട് ഒരു ആമേൻ പറയാം. ചില ആളുകൾ എന്നോടൊന്ന് പറയും, ഭയങ്കര തലവേദനയാണ്. അവർക്ക് ദൈവത്തോട് പറയാനുള്ളത് തലവേദനയെക്കുറിച്ചുള്ള പരാതിയാണ്. പക്ഷേ അവരുടെ ആരോഗ്യമുള്ള ശരീരത്തെക്കുറിച്ച് ഒരിക്കൽ പോലും അവർ ദൈവത്തിന് നന്ദി പറഞ്ഞിട്ടില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എൻ്റെ ഭർത്താവിനെ കുറിച്ച് അവർക്ക് പറയാനുള്ള 100 2 പ്രധാന കുറ്റങ്ങളാണ്. അങ്ങേരിങ്ങനെയാ. എന്നാൽ ആ ഭർത്താവിനുള്ള 100 നല്ല ഗുണങ്ങൾ അവരുടെ അകത്തില്ല, അവർക്കറിയത്തില്ല. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറയാവോ? ഭാര്യയെക്കുറിച്ച് 100 കാര്യങ്ങൾ അവർക്ക് പറയാനുണ്ട്. പക്ഷേ ആ ഭാര്യയെക്കുറിച്ചുള്ള ഒരു നല്ല ഗുണം തൻ്റെ ഹൃദയത്തിന് പറയാനില്ല. അതിൻ്റെ അർത്ഥം സംതൃപ്തിയില്ലാത്ത ഹൃദയമെന്ന്. ദൈവഭക്തനായ ഒരു മനുഷ്യൻ കൊടുക്കുന്ന ഏറ്റവും പ്രത്യേകത എന്നാന്നറിയോ? ദൈവം തനിക്ക് തന്നിട്ടുള്ളതിലെല്ലാം അവൻ സംതൃപ്തനായിരിക്കും. ആമേൻ. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആ സംതൃപ്തനായ മനുഷ്യനോട് ദൈവത്തിന് പറയാനുള്ളത്, നീ ആ നിൽക്കൽ നീ തുടർന്നാൽ മതി, അവൻ നിന്നെ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കും, വർദ്ധനവ് വന്നുകൊണ്ടേയിരിക്കും. കൈകളടിച്ചു ആമേൻ പറയാവോ? ഒരു മനുഷ്യന് സമ്പത്തിനെ കുറിച്ചും അതെങ്ങനെ ഉപയോഗിക്കണം എന്നതിനെക്കുറിച്ചും വ്യക്തമായൊരു കാഴ്ചപ്പാടില്ല എങ്കിൽ ദൈവരാജ്യത്തിലുള്ള സാമ്പത്തിക നന്മയെ ആ വ്യക്തിക്ക് അനുഭവിക്കാൻ കഴിയത്തില്ല. ദൈവം ചെയ്ത സകല നന്മയിലും തൃപ്തിയുള്ളവരായിരിക്കണം. ദൈവം ചെയ്ത സകല നന്മകളെ ഓർത്ത് കർത്താവിന് നന്ദിയുള്ളവരായിരിക്കണം. നമ്മളെ ഓരോരുത്തരെയും കർത്താവ് അതിനായി സഹായിക്കട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങൾ കാണാം.
ബ്രദറെ, സിസ്റ്ററിന്റെ പേര് അശ്വതി എന്നാണ്. അശ്വതി ഇടക്കൊച്ചി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വരുന്നു. ഇടക്കൊച്ചിയിൽ നിന്നാണ് വരുന്നത്. ഈ സിസ്റ്ററിന് പറയാനുള്ള ഒരു അത്ഭുത സാക്ഷ്യം എന്ന് പറയുന്നത്, വിവാഹം കഴിഞ്ഞിട്ട് 5 വർഷമായി കുഞ്ഞുങ്ങളില്ലായിരുന്നു. 2 പ്രാവശ്യം അബോർഷനായി പോയി. എന്നാൽ സിസ്റ്റർ പറയുകയാണ്, 2016 നമ്മുടെ ഈ ടൗൺ ഹാളിൽ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്തു. അന്ന് ജോൺ ബ്രദർ ഈ സിസ്റ്ററിനോട് ഒരു ദൂത് പറഞ്ഞു, അമ്മ ഈ വർഷം തന്നെ നിങ്ങൾക്കൊരു കുഞ്ഞിനെ ദൈവം തരുമെന്ന് പറഞ്ഞു. അത്ഭുതം എന്ന് പറയട്ടെ, ഈ കുഞ്ഞിന് ഇപ്പോൾ 1 വയസ്സായി. അന്ന് ബ്രദർ പറഞ്ഞതുപോലെ തന്നെ 5 വർഷം കുഞ്ഞുങ്ങളില്ലായിരുന്നു. പ്രാർത്ഥിച്ചതിന് ശേഷം കിട്ടിയ കുട്ടിയോ? ബ്രദർ ഇവിടെ വന്ന് ഞാൻ ആദ്യം 5 വർഷം കഴിഞ്ഞപ്പോൾ 1 വർഷം കഴിഞ്ഞപ്പോൾ പ്രഗ്നൻ്റ് ആയി. പക്ഷേ അത് 9 മാസം വയറ്റിൽ വെച്ച് തന്നെ അബോർഷനായി പോയി. ഞാൻ ചോദിച്ചു, ഇവിടെ വന്നപ്പോൾ മോൾക്കുണ്ടായ അനുഭവം ഒന്ന് പറയാമോ? ഇവിടെ വന്നപ്പോൾ ഞാൻ ഭയങ്കര നിരാശയായിട്ടാണ് വന്നത്. ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ച് ബ്രദർ അന്ന് പറയുകയും ചെയ്തു, ഈ വർഷം തന്നെ നീ കാരിങ് ആവും എന്ന് പറഞ്ഞ് 2017 ജാനുവരി ഞാൻ പ്രഗ്നൻ്റായി. അത് എനിക്ക് കുഞ്ഞായിട്ട് ഇപ്പോൾ 1 വയസ്സായി. ഞാൻ സാക്ഷ്യം പറയാൻ വന്നാണ്. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. 5 വർഷത്തിന് ശേഷം കർത്താവ് ഒരു കുഞ്ഞിനെ കൊടുത്തിരിക്കുക. ഒന്നും കൂടെ ചുണയായിട്ട് കൈയടിക്കാം. ഒരു നല്ല ആമേൻ പറഞ്ഞ് കർത്താവിനെ കൊടുത്ത അത്ഭുത സൗഖ്യത്തിനും വിടുതലുമായി സ്തോത്രം. മോനാണോ മോളാണോ? ബ്ലസ് യു. താങ്ക് യു. ബ്രദറെ, അമ്മച്ചിയുടെ പേര് മറിയാമ്മ എന്നാണ്. മറിയാമ്മ. അമ്മച്ചി തേവര എന്ന് പറഞ്ഞ സ്ഥലത്ത് വരുന്നു. തേവര. അമ്മച്ചിക്ക് പറയാനുള്ള ഒരു അത്ഭുത സാക്ഷ്യം ഇങ്ങനെയാണ്. അമ്മച്ചിയുടെ വലതുവശത്തെ കിഡ്നിയിൽ 4.5 mm ഉള്ള സ്റ്റോൺ ഉണ്ടായിരുന്നു. എന്നാൽ അമ്മച്ചി പറയുന്നത്, അമ്മ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ നമ്മുടെ മീറ്റിംഗിൽ പങ്കെടുത്തു. അന്ന് കർത്താവ് അത്ഭുതകരമായി അമ്മച്ചിയെ തൊട്ടു. അമ്മ അത് പൂർണ്ണമായും ആ സ്ഥലത്ത് നിന്ന് മാറിപ്പോയിരിക്കുന്നതാണ് അമ്മച്ചി. പിന്നെ സ്കാൻ ചെയ്തപ്പം ഇല്ലെന്ന് പറഞ്ഞു. നിങ്ങൾ കൊച്ചു കാര്യമെന്ന് വിചാരിക്കരുത്. 4.5 mm എന്ന് പറഞ്ഞ കുറച്ച് വലിപ്പമുള്ള കല്ലാണ്. ആ കല്ല് പിന്നീട് സ്കാൻ ചെയ്തപ്പോ ആ കല്ല് അവിടെ ഇല്ല. ഒന്ന് ചുണയായിട്ട് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. അമ്മേ, ഞാൻ ചോദിക്കുന്നത് 4.5 mm സ്റ്റോൺ ഉണ്ടായിരുന്നു. അത് പിന്നെ ആദ്യം ജൂണിൽ പോയി സ്കാൻ ചെയ്തപ്പോൾ അവർ പറഞ്ഞു സ്റ്റോണും ഈ സൈഡിൽ ഒരു ചെറിയ സിസ്റ്റം ഉണ്ടെന്ന്, സ്പൈനിനൊരു വളവും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് പിന്നെ ഡിസംബറിൽ പോയി ഇതെല്ലാം വീണ്ടും സ്കാൻ ചെയ്തപ്പം എല്ലാം കർത്താവ് സൗഖ്യമാക്കി. പിന്നെ എനിക്ക് ഞാൻ ചോദിക്കുന്നത്, അതിവിടെ അതിൻ്റെ ഇടയ്ക്ക് അമ്മ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചായിരുന്നു. TV പ്രോഗ്രാം കാണുകയും ചെയ്യും. കർത്താവ് നിന്റെ മകൾക്ക് കൊടുത്ത അത്ഭുത വിടുതലിനായി നന്ദി കർത്താവേ. താങ്ക് യു. യേശു നിങ്ങളെ സൗഖ്യമാക്കുന്നു. TV പ്രേക്ഷക സംഗമം തിരുവല്ലയിൽ നാളെ രാവിലെ 10 മണി മുതൽ. സ്ഥലം MDM ജൂബിലി ഹാൾ, തിരുവല്ല ചെങ്ങന്നൂർ റോഡ്, തിരുമൂലപുരം. TV പ്രേക്ഷക സംഗമം എറണാകുളം മറ്റന്നാൾ രാവിലെ 10 മണി മുതൽ. സ്ഥലം ടൗൺ ഹാൾ, നോർത്ത് റെയിൽവേ സ്റ്റേഷനു സമീപം. TV പ്രേക്ഷക സംഗമം കാട്ടാക്കടയിൽ ഒക്ടോബർ 10 വ്യാഴാഴ്ച രാവിലെ 10 മണി മുതൽ. സ്ഥലം ദേവി ഓഡിറ്റോറിയം, നെയ്യാറ്റിൻകര റോഡ്. TV പ്രേക്ഷക സംഗമം കോട്ടയം ഒക്ടോബർ 15 ചൊവ്വാഴ്ച രാവിലെ 10 മണി മുതൽ. സ്ഥലം മാമൻ മാപ്പിള ഹാൾ. TV പ്രേക്ഷക സംഗമം കട്ടപ്പനയിൽ ഒക്ടോബർ 16 ബുധനാഴ്ച രാവിലെ 10 മണി മുതൽ. സ്ഥലം മുനിസിപ്പൽ ടൗൺ ഹാൾ. TV പ്രേക്ഷക സംഗമം തൃശൂരിൽ ഒക്ടോബർ 17 വ്യാഴാഴ്ച രാവിലെ 10 മണി മുതൽ. സ്ഥലം ടൗൺ ഹാൾ, പാലസ് റോഡ്. TV പ്രേക്ഷക സംഗമം കണ്ണൂർ ഒക്ടോബർ 22 ചൊവ്വാഴ്ച രാവിലെ 10 മണി മുതൽ. സ്ഥലം സാധു കല്യാണ മണ്ഡപം, താന. TV പ്രേക്ഷക സംഗമം കോഴിക്കോട് ഒക്ടോബർ 23 ബുധനാഴ്ച രാവിലെ 10 മണി മുതൽ. സ്ഥലം നളന്ദ ഓഡിറ്റോറിയം. TV പ്രേക്ഷക സംഗമം തൊടുപുഴ ഒക്ടോബർ 24 വ്യാഴാഴ്ച രാവിലെ 10 മണി മുതൽ. സ്ഥലം മൗര്യ ഓഡിറ്റോറിയം, മൂലമറ്റം റോഡ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ഇവർ ഓരോരുത്തരും ആത്മീയവും ഭൗതികവുമായി അനുഗ്രഹിക്കപ്പെടട്ടെ അപ്പാ. സാമ്പത്തികമായി നന്മ അനുഭവിക്കട്ടെ, സാമ്പത്തിക ഉയർച്ച അനുഭവിക്കട്ടെ അപ്പാ. കർത്താവിൻ്റെ പ്രവൃത്തിയുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ അപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവെ, അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു. യേശുവേ, അവിടുത്തെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവെ, ശരീരം മുഴുവനും പൊള്ളിയതുപോലെ സ്കിന്നിൽ കുമിളകൾ വന്നിരിക്കുന്ന
ആ വ്യക്തി അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ആ വ്യക്തി പരിപൂർണമായിട്ടും സൗഖ്യമാവട്ടെ അപ്പാ. ആ വ്യക്തി പരിപൂർണമായും സൗഖ്യമാവട്ടെ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവെ അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു. നാളുകളായിട്ട് കുടലിൽ പ്രയാസമായിട്ട് വേദന അനുഭവിക്കുന്ന ആ വ്യക്തി അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ആ വ്യക്തി പൂർണ്ണ സൗഖ്യത്തിലേക്ക് വരട്ടെ, പൂർണ്ണ ആരോഗ്യത്തിലേക്ക് വരട്ടെ അപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവെ അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു. ഊന് പഴുക്കുന്നതിനെ തുടർന്ന് ശരിയായ വിധത്തിൽ ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാത്ത പ്രയാസത്തിലായിരിക്കുന്ന ആ വ്യക്തി അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ആ ഊനിലുണ്ടായിരിക്കുന്ന ഇൻഫെക്ഷൻ മാറിപ്പോട്ടെ, പല്ലുകൾക്ക് ആരോഗ്യമുണ്ടാവട്ടെ അപ്പാ, ബലമുണ്ടാവട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. കർത്താവെ അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു. യേശുവേ അവിടുത്തെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു. എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ. രോഗികളായിരിക്കുന്നവർ സൗഖ്യമാവട്ടെ, അവിടുത്തെ അത്ഭുത പ്രവൃത്തിയുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ അപ്പാ. ഈശോപിച്ച മക്കളെ ഓർത്ത് ഭാരപ്പെടുന്ന ഓരോ മാതാപിതാക്കളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ അവിടുത്തെ കൃപാ കുടുംബങ്ങളിൽ ചലിക്കട്ടെ അപ്പാ. രക്ഷയുടെ സന്തോഷം അനുഭവിക്കാനിടയാവട്ടെ അപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. അവിടുന്ന് ചെയ്തിരിക്കാൻ നന്ദി പറയുന്നു. സ്വർഗീയ പിതാവേ, അവിടെ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടേനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നാളെ ഇനി കാണും വരെയും കർത്താവ് നമ്മൾ ഓരോരുത്തരെയും അവൻ്റെ കൃപയിൽ സൂക്ഷിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. ഞങ്ങളുടെ വിലാസം ജീസസ് വേൾഡ് ഗ്ലോബൽ വർഷിപ്പ് സെന്റർ, അഞ്ചൽ, കൊല്ലം, കേരള.